അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 3-ാം തരത്തിലേക്ക് തയ്യാറാക്കപ്പെട്ട അഹ്കാമു തജ്വീദ് വർക്ക് ബുക്കിന്റെയും 10-ാം ചാപ്റ്ററാണ് വായിക്കുന്നത്. അൽ ഇദ്ഗാം ബിഗുന്ന, 1-ാം ഭാഗം. ഇദ്ഗാം ബിഗുന്നയുടെ ഫസ്റ്റ് ഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞാൽ, സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം യാ, വാവ്, മീമ്, നൂന് എന്നിവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇവിടെ ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. മണിക്കലോടുകൂടി ഇദ്ഗാം ചെയ്യാം, ഷദ്ദ കൊടുത്ത് ഇദ്ഗാം ചെയ്യുക. അതാണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയുന്നത്. ഈ പാഠത്തിൽ പറയുന്നത് സാക്കിനായ നൂനിന് ശേഷം യാ, വാവ്, മീമ്, നൂന് എന്നീ 4 ഹർഫുകൾ എന്ന് വന്നാൽ അവിടെ ഇദ്ഗാം ബിഗുന്ന ചെയ്യണം എന്നാണ് പഠിപ്പിക്കുന്നത്. അടുത്ത പാഠത്തിലാണ് സാക്കിന തൻവീനിന് ശേഷം പറയപ്പെട്ട അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാം ബിഗുന്ന ചെയ്യേണ്ടത് എന്ന് പഠിക്കുന്നത്. പേരൻസിനും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. നമുക്ക് വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഹ്ദി ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. ജിന്ന് സൂറത്തിലെ 2-ാമത്തെ ആയത്ത്. ഇതിൽ പറയുന്നത് വലൻ നുശ്രിക, സാക്കിന നൂന് ശേഷം നൂന് വന്നപ്പോൾ ഇവിടെ ഇദ്ഗാം ബിഗുന്ന ചെയ്തു. എന്താണ് ഇദ്ഗാം എന്ന് പറയുന്നത്? ഒരക്ഷരത്തെ അതിന് ശേഷമുള്ള അക്ഷരത്തിൽ ചേർത്തി ഷദ്ദുള്ള ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞാൽ ഗുന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യുന്നതിനുമാണ്. ഇവിടെ വലൻ നുശ്രിക, സാക്കിനൂന് ശേഷം നൂന് വന്നു. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار. തഹ്രീം സൂറത്തിൽ 8-ാമത്തെ ആയത്ത്. ഇതിൽ പറയുന്നത് യുകഫിറ, സാക്കിനു ശേഷം യാ വന്നു. അപ്പോൾ ഇദ്ഗാം ബിഗുന്നയാണ് ചെയ്യേണ്ടത്. ബിഅക്വാബിൻ വഅബാരിഖ വകഅസിം മിൻ മഈൻ. വാഖിഅ സൂറത്തിൽ 18-ാമത്തെ ആയത്ത്. ഇവിടെ നോക്കൂ, മിൻ മഈൻ, സാക്കിനു ശേഷം മീം വന്നു. അപ്പോൾ ഇദ്ഗാം ബിഗുന്നയാണ്. വല്ലാഹു മിൻ വറാഇഹിം മുഹീത. ബുറൂജ് സൂറത്തിലെ 20-ാമത്തെ ആയത്ത്. ഇവിടെ മിൻ വറാഇഹിം, സാക്കിനു ശേഷം വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്ന ചെയ്തു. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമുഹു വമാ ലിൽളാലിമീന മിൻ അൻസാർ. ഇവിടെ മിൻ നഫഖത്തിൻ, സാക്കിനു ശേഷം നൂന് വന്നു. അതിൽ തന്നെ മറ്റൊരു വേർഡ് മിൻ നദിൻ, അവിടെയും സാക്കിനു ശേഷം നൂന് വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്നയാണ് ചെയ്യേണ്ടത്. ഖാലൂ യാ മൂസാ ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന നഹ്നുൽ മുൽഖീൻ. ഇവിടെ നോക്കൂ, അൻ നകൂന, സാക്കിനു ശേഷം നൂൻ വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്ന ചെയ്തു. ഇന്നല്ലാഹ ലഹു മുൽകുസ് സമാവാതി വൽ അർളി യുഹ്യി വയുമീതു വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. ഇവിടെ മിൻ വലിയ്യിൻ, സാക്കിനു ശേഷം വാ വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്ന. ലൗ യഅലമുല്ലദീന കഫറൂ ഹീന ലാ യകുഫൂന അൻ വുജൂഹിഹിമുൻ നാറ വലാ അൻ ളുഹൂരിഹിം വലാ ഹും യുൻസറൂൻ. സാക്കിനു ശേഷം അൻ വുജൂഹിഹിം, സാക്കിനു ശേഷം വാ വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്ന. ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇവിടെ മിൻ മൂസിൻ, സാക്കിനു ശേഷം മീം വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്ന. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു
ലബിസ മാ കാനൂ യഫ്അലൂൻ. ഇവിടെ അമ്മുൻകരിൻ സാക്കിന് ശേഷം മീം വന്നപ്പോൾ ഇത് ഗുന്നയാണ്. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. ഇവിടെ ومن يكفر സാക്കിന് ശേഷം യാ വന്നപ്പോൾ ഇത് ഗുന്ന. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ഇവിടെ ലിമൻ യുഖ്തലു സാക്കിനു ശേഷം യാ വന്നപ്പോൾ ഇത് ഗുന്നയാണ്. മുകളിൽ കൊടുത്ത ആയത്തുകളിൽ സാക്കിന നൂന് ശേഷം യാ വാവ് മീമ് നൂൻ എന്നീ ഹർഫുകളിൽ ഒന്നാണല്ലോ കാണുന്നത്. ഈ 4 ഹർഫുകളിലൊന്ന് സാക്കിന നൂന് ശേഷം വന്നാൽ സാക്കിന നൂനിനെ ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യണം. ഇതിനാണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയുന്നത്. ഒരക്ഷരത്തെ അതിന് ശേഷമുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷദ്ദുള്ള ഒരക്ഷരമായി ഉച്ചരിക്കുന്ന ഇദ്ഗാം എന്ന് പറയുന്നു. ദഫ്തർ തലബ് അഥവാ വർക്ക് ബുക്ക് നോക്കി ബാത്തുകൾ ചെയ്യുക. അൽ ഖിറാഅ 1 നഖറ സൂറത്ത് തഗാബൻ വത്തലാഖ് വനക്തശിഫു മവാളിൽ ഇദ്ഗാമി ഗുന്നത്തി മിൻഹുമ. തഗാബൻ സൂറത്തും തലാഖ് സൂറത്തും പാരായണം ചെയ്തിട്ടതിലെ ഇദ്ഗാം ബിഗുന്നയുടെ സ്ഥലങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് വർക്ക് വായിക്കാം. നുൻഷിദ് ഒരു പാട്ട കൊടുത്തിട്ടുള്ളത്. ഇദ്ഗാമാണ് മഅൽ ഗുന്ന ഇതിനുള്ളത് യൂമിനു എന്ന നൂനിൻ തൻവീനിൻ പിറകൈവ വന്നാൽ ഇദ്ഗാം ബിഗുന്ന വന്നാലുണ്ട് ഇദ്ഗാം ഗുന്ന. ഇവിടെ ഇദ്ഗാം ബിഗുന്നയെ കുറിച്ചാണ് പറയുന്നത്. നൂനിന്റെ തൻവീനിന് ശേഷം ഇദ്ഗാമിൽ അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാം ചെയ്യണമെന്നാണ് ബൈത്തുള്ള പറയുന്നത്. രണ്ടാമത്തെ വർക്ക് നക്തശിഫുൽ ഇജാബാത്ത്. ആൻസർ ചെയ്യ 1 ഇദ്ഗാം ബിഗുന്ന എന്നാൽ എന്ത്? 4 ഹർഫുകളൊന്ന് സാക്കിന നൂനിന് ശേഷം വന്നാൽ സാക്കിന നൂനിനെ ഗുന്നത്തോട് ഇദ്ഗാം ചെയ്യണം. ഇതിന് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇദ്ഗാം ബിഗുന്നയുടെ ഹർഫുകളിലേവ യാ വാവ് മീം നൂന്. മൂന്നാമത്തെ വർക്ക് നുമയ്യിസുൽ ഇൽഹാറുൽ ഇദ്ഗാം ബിഗുന്ന. താഴെ പറയുന്നത് ഇൽഹാറാണ് ഇദ്ഗാം ബിഗുന്നയാണോ എന്ന് വേർതിരിക്കുക. വഇയറൗ ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. കാരണം എന്താ? സാക്കിനു ശേഷം യാ വന്നു. രണ്ടാമത്തെ മീം വലിയൻ അവിടെയും ഇദ്ഗാം ബിഗുന്നയാണ്. കാരണം സാക്കിനു ശേഷം വാവ് വന്നു. അൻഅംത ഇൽഹാർ കാരണം സാക്കിനു ശേഷം ഐനാണ് വന്നത്. ഇന്നഹ്നു ഇദ്ഗാം ബിഗുന്ന കാരണം സാക്കിനു ശേഷം നൂന് വന്നു. യൻഹ ഇൽഹാർ സാക്കിനു ശേഷം ഹ വന്നു. വൻഹർ അവിടെയും ഇൽഹാർ സാക്കിനു ശേഷം ഹ വന്നു. മിമ്മർഖദിന അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. സാക്കിനു ശേഷം മീം വന്നതാണ് കാരണം. അമ്മവാളിഇ ഇവിടെയും ഇദ്ഗാം ബിഗുന്നയാണ് കാരണം സാക്കിനു ശേഷം മീം വന്നു. നാലാമത്തെ വർക്ക് നക്തുബ് മിസാലിൽ ഇദ്ഗാം ബിഗുന്ന ലികുല്ലി മിനൽ ആതിയ. താഴെ പറയുന്ന ഓരോ അക്ഷരങ്ങൾക്കുമുള്ള ഇദ്ഗാം ബിഗുന്നയുടെ ഉദാഹരണം ഇതാണ്. ഒന്നാമത്തെ കോളത്തിൽ നൂനിന് ഉദാഹരണം വലൻ നുശ്രിക. അടുത്തത് മീമിന് ഉദാഹരണം മിം മഈൻ. മൂന്നാമത്തെ വാവിന് ഉദാഹരണം മിൻ വറാഇഹിം. അടുത്തത് യാഇന് ഉദാഹരണം വമൻ യക്ഫുർ. അഞ്ചാമത്തെ ആക്ടിവിറ്റി നെസ്റ്റിൽ മാച്ച് ദ ഫോളോവിംഗ് ആണ്. 1 ഇൽഹാർ നൂന് സാക്കിന ലെറ്റർ ബി മൻ ആമന. അതായത് സാക്കിനു ശേഷം സാക്കിനായ നൂന് ഇൽഹാർ ചെയ്യുന്നത് ലെറ്റർ ബി മൻ ആമന. 2 ഇൽഹാർ തൻവീൻ ഇൽഹാർ ചെയ്യൽ ലെറ്റർ സി അലീമുൻ ഹക്കീം. മൂന്നാമത്തെ ഇദ്ഗാം നൂന് സാക്കിന ഇദ്ഗാം ചെയ്യുന്നത് ലെറ്റർ എ ഫമൻ യഅമൽ. അല്ലാഹു തആല ഇൽഹാറും ഇദ്ഗാം ബിഗുന്നയൊക്കെ കൃത്യമായി പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.